ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബീഫ് വിന്താലു റെസിപ്പിയാണ്. ആദ്യം നമ്മൾ വിന്താലുവിലേക്ക് വേണ്ടുന്ന കുറച്ച് മസാലക്കൂട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് എടുത്ത് ചൂടാക്കുവാണ്. 6 ഏലയ്ക്ക, 6 ഗ്രാമ്പു, 2 കഷ്ണം കറുവപ്പട്ട. കുറച്ച് കനമുള്ള പീസസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ചൂടാകാനുള്ള എളുപ്പത്തിന് വേണ്ടി ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് ഒടിച്ചിടുവാണ്. 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം. ഇതൊക്കെയും 1 കിലോ ബീഫിനുള്ള കണക്കിനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുവാണ്. ഇതെല്ലാം മൊരിഞ്ഞ് നല്ലൊരു മണം വരുമ്പോഴേക്ക് ഇതിലേക്ക് 1.5 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് കൂടി ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് തീയിൽ നിന്ന് മാറ്റാം. ചൂടാറിയതിന് ശേഷം ഈ മസാലയൊക്കെ കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. നന്നായി പൊടിച്ചെടുക്കണം. അതിന് ശേഷം വേണം ഇതിലേക്ക് ബാക്കി ചേരുവകൾ ചേർക്കാൻ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. അതുപോലെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് 5-6 വലിയ അല്ലി വെളുത്തുള്ളി. അത് അരിഞ്ഞു വരുമ്പോൾ ഏകദേശം 1/4 കപ്പോളം ഉണ്ട്. 1.5 ഇഞ്ച് ക്യൂബ് വലുപ്പത്തിൽ ഒരു ഇഞ്ചി പീസ്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് അരയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി അരിഞ്ഞതേ ഉള്ളൂ. ഇനി ഇത് നമ്മൾ ഒരു 1/4 കപ്പ് വിനാഗിരി കൂടി ചേർത്ത് അരച്ചെടുക്കണം. അരയ്ക്കാനുള്ള നനവിന് വിനാഗിരി പോരാതെ വന്നു കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് വേണം അരയ്ക്കാൻ. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബീഫ് തയ്യാറാക്കാം. ബീഫ് വേവിക്കാൻ ഉദ്ദേശിക്കുന്ന കുക്കറിൽ തന്നെ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുകയാണ്. എണ്ണ ചൂടാവുമ്പോൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 കപ്പ് സവാള ചേർത്ത് വഴറ്റിയെടുക്കാം. 2 വലിയ സവാള അരിഞ്ഞെടുത്തതാണ്. കറിവേപ്പില ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് അതുകൂടി ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വാടി വരാൻ ഒരല്പം ഉപ്പ് കൂടി ചേർക്കുകയാണ്. നല്ലപോലെ വഴന്നു വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ചൊന്ന് വരട്ടിയെടുക്കുകയാണ്. കുറച്ചൊന്ന് നിറം മാറി മസാലയുടെ ഒരു നല്ല മണം വരുന്നിടം വരെ വരട്ടിയിട്ട് നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. 1 കിലോ ബീഫ് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതാണ്. ഒരു കഷ്ണം ഏകദേശം 2 ഇഞ്ചോളമൊക്കെ വലുപ്പം വരും. അത്രയും വലിയ കഷ്ണങ്ങളായിട്ടാണ് എടുക്കുന്നത്. ഇതിനി അരപ്പുമായി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്ത് വേവിക്കാൻ വെക്കാം. ഒരുപാട് അരപ്പുള്ളത് കൊണ്ട് ഇത് അടിക്ക് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് വെള്ളം ചേർക്കുന്നത്. പ്രത്യേകിച്ച് കോയിൽ ബർണറൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ. ഗ്യാസ് സ്റ്റൗവിൽ അത്ര പ്രശ്നം വരില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുക്കറിൽ 1 വിസിൽ വരെ വേവിച്ചിട്ട് ബാക്കി നമ്മൾ സ്കില്ലറ്റിൽ വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും 1/2 കപ്പ് വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. 1 വിസിലിന് ശേഷം ഞാനിത് തുറന്ന് സ്കില്ലറ്റിലേക്ക് മാറ്റുവാണ്. സ്കില്ലറ്റിലേക്ക് മാറ്റണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെ കുക്കറിൽ തന്നെ ഓപ്പൺ ആക്കി വേവിച്ചാലും മതി. ബീഫ് വെന്തതിന് ശേഷം കുറച്ചൊന്ന് ചാറ് വറ്റിച്ചും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് വിന്താലു റെഡി. ഇത് ഉടനെ കഴിക്കുന്നതിനേക്കാൾ ഈ മസാലയുടെ ടേസ്റ്റൊക്കെ ബീഫിന് കഷ്ണങ്ങളിലേക്കൊക്കെ നല്ലപോലെ പിടിച്ചിട്ട് കഴിക്കുന്നതാണ് നല്ലത്. ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്